മദ്യം കഴിക്കാത്തവനെ അല്ലെങ്കിൽ കഴിക്കാത്തവളെ വിഡ്ഢി എന്നേ ഞാൻ വിളിക്കും. അയ്യോ, എന്തേ? അതാ ഈ മദ്യപാനം കൊണ്ട് എന്താ ഉണ്ടാകുക? ഉദാഹരണം ദേഷ്യം വരണം. എങ്ങനെയാണ് ദേഷ്യം വരുന്നത്? അതിൻ്റെ കെമിസ്ട്രി അറിയോ? മദ്യപാനിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവനും രതിയിൽ ഏർപ്പെടുന്നവനും എല്ലാം കിട്ടുന്ന ആ ലഹരി വെറുതെ ഇരുന്നിരുത്ത് ഒരുത്തിനുണ്ടാക്കും. അതാണ് യോഗലഹരി. ഇത് സ്ഥായീഭാവമുള്ളതും യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുമാണ്, ക്ഷണികവും നാശകരവുമാണ്. തലച്ചോറിൻ്റെ ഘടനയെ ഈ മരുന്നോ പ്രവൃത്തിയോ ഹൈജാക്ക് ചെയ്യും. അതേസമയം യോഗലഹരി തലച്ചോറിൻ്റെ ഘടനയെ റീസ്ട്രക്ചർ ചെയ്യും, അവനവൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അതാണ് യോഗാനന്ദവും ഇത് ഭോഗ ആനന്ദവും. എൻ്റെ ആ ക്യാമ്പസിൽ ഇറച്ചി, മീൻ, മുട്ട, മുറുക്കാൻ, പിന്നെ എന്താണ് പുകവലി ഒന്നുമില്ല. അപ്പോൾ ഇത് നിർത്തണമെന്നുള്ളവൻ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും പച്ചപ്പും കിളികളും. മദ്യപാനം, പുകവലി ഇതെല്ലാം രണ്ട് രീതിയാണ്. ഒന്ന് കൺട്രോൾ ഇല്ലാതെ ഉപയോഗിക്കുന്നവരും, മറ്റൊന്ന് ഇപ്പം മദ്യപാനത്തിൻ്റെ കാര്യമാണെങ്കിൽ സോഷ്യൽ ഡ്രിങ്കിങ്, ഈ ഒരു വല്ലപ്പോഴും ഡ്രിങ്ക് ചെയ്യുന്ന, റെസ്പോൺസിബിൾ ആയിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരും. ഇത് തമ്മിൽ അന്തരമുണ്ട്. എന്നാലും മദ്യപാനം കൊണ്ട് ശരീരത്തിന് വലിയ ദോഷങ്ങൾ ഉണ്ടാകുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും സ്ഥിരമായി ദോഷം ചെയ്യില്ല, ഒന്നും സ്ഥിരമായി സംരക്ഷിക്കുകയില്ല. ഇതൊക്കെ റിലേറ്റീവാണ്, വളരെ ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മദ്യം കഴിക്കാത്തവനെ അല്ലെങ്കിൽ കഴിക്കാത്തവളെ വിഡ്ഢി എന്നേ ഞാൻ വിളിക്കൂ. അയ്യോ, എന്തേ? ഈ മദ്യപാനം കൊണ്ട് എന്താ ഉണ്ടാകുക? ലഹരി അല്ലേ? ലഹരി ആസ്വദിക്കാൻ കഴിയാത്ത ഒരു ജീവിയും ഇല്ല. അങ്ങനെ ആസ്വദിക്കാൻ കഴിയില്ല, ആസ്വദിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നെങ്കിൽ അത് അധമ ജന്മമാണ്. അത്തരത്തിലുള്ള ആൾക്കാർ പറയും ഇതല്ല മറ്റൊന്നാണ് എൻ്റെ ലഹരി എന്ന്. അതെ, ഏതെങ്കിലും ഒരു ലഹരി ഉണ്ടല്ലോ. അങ്ങനെ ഓക്കെ. അപ്പോൾ ചിലർക്ക് എന്തിനേയും അമിതമായി എതിർക്കുന്നത് ഒരു ലഹരിയാണ്. അപ്പോൾ ലഹരി ഉണ്ടാവും. അപ്പോൾ നാട്ടുകാർക്ക് ഉപദ്രവമുള്ള ലഹരിയേക്കാൾ നല്ലത് അവനവനിൽ ഒതുങ്ങി നിൽക്കുന്ന ലഹരിയല്ലേ നല്ലത്? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു മദ്യപാനി, നേരെ സോഷ്യൽ ഡ്രിങ്കർ, അയാൾക്കൊരു അല്പസമയം ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ആ മദ്യം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മയക്കുമരുന്ന് സഹായിക്കുന്നു എങ്കിൽ അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ഓരോ മനുഷ്യനും ഇന്ദ്രിയങ്ങളെ അതിലംഘിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമുക്ക് കാണാം, കേൾക്കാം, മണക്കാം, രുചിക്കാം, സ്പർശിക്കാം. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ തലച്ചോറിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഫർമേഷൻസ്, അതിനെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ സ്വീകരിക്കാനേ പറ്റൂ. പിന്നെ കർമ്മേന്ദ്രിയങ്ങളുണ്ട്, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രകടിപ്പിക്കാം. അതിന് പ്രധാനമായിട്ടുള്ളത് വാക്ക്, പറയാനല്ലേ പറ്റൂ എല്ലാം. പിന്നെ എഴുതി കാണിക്കാം, പിന്നെ കണ്ണുകൊണ്ട് കുറേയൊക്കെ കാണിക്കാം. അത് പരിമിതികളുണ്ട്. പക്ഷേ നമുക്ക് പരിമിതി ഇല്ലാതാണ് വാക്കുകൾ. അതിന് എഴുതി, വാക്ക്, പാണി, പിന്നെ പാദം, പായു, അത് ശരീരത്തിൻ്റെ കർമ്മങ്ങൾ. അതിൽ തന്നെയും ലഹരി അതിൽ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. ഈ സംസാരിക്കുന്നത് ചിലർക്ക് ഭയങ്കര ലഹരിയാണ്, ചിലർക്ക് മിണ്ടാതിരിക്കുന്നതും ഒരു ലഹരിയാണ്. അപ്പോൾ ഈ ലഹരി എന്ന് പറഞ്ഞാൽ തലച്ചോറിലുള്ള ഉണ്ടാകുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് ന്യൂറോ റിസപ്റ്റേഴ്സും മോഡുലേറ്റേഴ്സും ഇത് പരസ്പരം ബന്ധപ്പെട്ടിട്ട് ഒരു സംവിധാനമുണ്ട്, ഒരു ന്യൂറോ സ്റ്റേറ്റ് ഉണ്ട്. അതിനാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ടാണ് നമുക്ക് വിചാരങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണം ദേഷ്യം വരണം. എങ്ങനെയാണ് ദേഷ്യം വരുന്നത്? അതിൻ്റെ കെമിസ്ട്രി അറിയോ? ഇപ്പോൾ പേര് മേഘയോട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും തലതിരിഞ്ഞൊരു കാര്യം പറയാം, നിങ്ങൾ എന്താണ് ഒരു ഉപയോഗമില്ലാതെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ദേഷ്യം വരുന്നത് ഫീൽ ചെയ്യും. ആ ആൾ പിറ്റേന്ന് വന്നിട്ട് പറയും, അയ്യോ എനിക്ക് തെറ്റിപ്പോയതാണ്, നിങ്ങളില്ല ആ പറഞ്ഞ മേഘയല്ലേ, നല്ല ഇന്ന കാര്യങ്ങൾ ആ കുട്ടിയെ സഹായിച്ചു, നിങ്ങളിതല്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വരൂ, സന്തോഷം വരും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് താരതമ്യം ചെയ്താൽ ആദ്യം ഇയാളുടെ വാക്കുകൾ, അയാളുടെ വായിൽ നിന്നാണ് വാക്കുകൾ വായുവിലൂടെ ആ മാധ്യമത്തിലൂടെ ചെവിയിൽ വീണ് തരംഗങ്ങളായിട്ട് അത് അകത്ത് പോയി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് ഉള്ളിൽ പോയിട്ട് പ്രോസസ്സ് ചെയ്ത് ഇതെല്ലാം എനിക്കെതിരെയാണ് എന്ന കൺക്ലൂഷനിലെത്തും. അപ്പോൾ എന്താണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിൻ പുറപ്പെടുവിക്കും. അഡ്രിനാലിൻ ബ്ലഡിൽ കലരുമ്പോഴാണ് BP കൂടി
ദേഷ്യം. ഒരു തിളപ്പ് ഇങ്ങനെ വന്നിട്ട് Yes. അതാണ് ദേഷ്യം, അതാണ് അതിൻ്റെ കെമിസ്ട്രി. അതെ. പിറ്റേന്ന് ഇതേ ആൾ വന്നിട്ട് അയ്യോ അങ്ങനെയല്ല നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതേ പ്രോസസ്സാണ്. പക്ഷേ മനസ്സ് എത്തിയ കൺക്ലൂഷൻ, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും, അത് കൺക്ലൂഡ് ചെയ്യും എവരിതിങ് ഈസ് ഫൈൻ. അപ്പോൾ നമുക്ക് ഓക്സിറ്റോസിൻ, ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും. ആ ഹോർമോൺ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ രോമാഞ്ചം, കൊള്ളാം. ഇതിലെല്ലാം അപ്പോൾ പ്രവർത്തിക്കുന്നത്, ആന്തരികമായി പ്രവർത്തിക്കുന്നത് ഗ്രന്ഥികൾ, ഹോർമോൺസാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഹോർമോൺസിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ലഹരി. അത് നമ്മുടെ മനസ്സുകൊണ്ടും ചെയ്യാം, ബാഹ്യമായിട്ടുള്ള ഉപാധികൾ കൊണ്ടും ചെയ്യാം. പക്ഷേ ഇതിന് പരിമിതിയുണ്ട്. ഇന്ദ്രിയാത്മകമായ ആനന്ദത്തിന് ഒരു സ്ഥായി ഭാവമില്ല. ആദ്യമായി ഒരു നല്ല പടം കാണുമ്പോൾ കൊള്ളാമെന്ന് പറയും, എന്നും കണ്ടാലോ മതി. നല്ലൊരു മ്യൂസിക് കേൾക്കുമ്പോൾ വാവ്, എന്നും ആയാലും പുല്ലൊന്ന് നിർത്തടേ എന്ന് പറയും. അതുപോലെയാണ് മണവും രുചിയും സ്പർശവും. ഇത് ആവർത്തിച്ചുള്ള ആനന്ദത്തിന് പരിമിതികളുണ്ട്. അതേസമയം ആ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ലഹരിയുണ്ട്, ഒരാനന്ദമുണ്ട്. അതാണ് ലഹരി. ഇത് ബാഹ്യലഹരിയും ആന്തരിക ലഹരിയുമാക്കി എടുക്കാം. ഇപ്പോൾ കള്ള്, കഞ്ചാവ്, പിന്നെ എന്താണ് കറുപ്പ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് 5 ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തേക്ക് പോകാം. അതാണ് അതീന്ദ്രിയമായ ആനന്ദം, അതാണ് ലഹരി. ആ ലഹരി ആഗ്രഹിക്കാത്ത ഒരു ജീവിയുമില്ല. മനസ്സിലായില്ലേ? പിന്നെ ഇതിനൊരു തന്ത്രയോഗ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്. ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും ഈ ലൈംഗിക സംതൃപ്തി എന്ന് പറയുന്നത് ഇജാക്കുലേഷനും പിന്നെ ഓർഗാസം നടക്കുമ്പോൾ സ്ത്രീക്ക് ഓർഗാസത്തിലും പുരുഷന് ഇജാക്കുലേഷനിലും ഈ അതീന്ദ്രിയമായ ഒരു സ്പാർക്ക് ഉണ്ടാവും. ഇതുകൊണ്ടാണ് ഇതിനൊരു അമിതമായ പ്രാധാന്യം എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത്. ഒരു പെൺകുട്ടി വളർന്നു കഴിഞ്ഞ് ആരോഗ്യമുള്ള കുട്ടിയാണെങ്കിൽ അവർ എതിർ ലിംഗത്തിലുള്ള ഒരു പയ്യനെ കാണുമ്പോൾ അവളുടെ മുഖത്ത് ചെറിയ ചുവപ്പ്, ചെറിയൊരു ഭാവം, ഇത് ഹോർമോണാണ്. ഇതവരറിയുന്നില്ല. ആ പുരുഷനും അതുപോലെ തന്നെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതും ഹോർമോണിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഈ തരം ഹോർമോണുകളുടെ ഒരു മൂർച്ചയാണ് ഒരു രതി മൂർച്ച എന്ന് പറയുന്നത്. ഈ സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു അനുഭവം ഒരു മദ്യമോ മയക്കുമരുന്നോ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. ഇത് ബാഹ്യമായിട്ടുള്ള കാര്യം. ഇനി യോഗയിൽ ഈ 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് പ്രാണരെ ബന്ധിച്ച് 6ാം ഇന്ദ്രിയം തുറക്കുമ്പോഴും ഇതേ ലഹരിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മദ്യപാനിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവനും രതിയിലേർപ്പെടുന്നവനും എല്ലാം കിട്ടുന്ന ആ ലഹരി വെറുതെ ഇരുന്നിരുത്ത് ഒരുത്തിനുണ്ടാക്കും. അതാണ് യോഗലഹരി. ഇത് സ്ഥായി ഭാവമുള്ളതും യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുമാണ്. ബാക്കി എല്ലാ ലഹരികളും സ്ഥായി ഭാവമില്ല, എന്നാൽ സൈഡ് എഫക്റ്റ് ഉള്ളതുമാണ്. അപ്പോൾ ലഹരി ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഈ ഓരോ വ്യക്തിയും ഒരു ഭൗതികമായ ജീവൻ എടുത്തത് ആ ഭൗതികമായ ആനന്ദത്തിലേക്ക് പോകാനാണ്. ഒരു ഫൈനൈറ്റ് ബീയിങ് ഈസ് ഓൾവേസ് തിങ്കിങ് ഓഫ് ആൻ ഇൻഫിനിറ്റ് എക്സിസ്റ്റൻസ്. പരിമിതമായ ഒരു ജീവി അപരിമിതമായ അനന്തമായ ഒരു ആനന്ദത്തെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആനന്ദത്തിലേക്ക് എത്താൻ 2 വഴികളേ ഉള്ളൂ, ഭോഗലഹരിയും യോഗലഹരിയും. ഭോഗലഹരി എന്ന് പറഞ്ഞാൽ കള്ള്, കഞ്ചാവ്, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി മാറ്റുക. അവൻ 5 ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തേക്ക് പോകും. അതാണ് ബാഹ്യലഹരി. ക്ഷണികവും നാശകരവുമാണ്. തലച്ചോറിൻ്റെ ഘടനയെ ഈ മരുന്നോ പ്രവൃത്തിയോ ഹൈജാക്ക് ചെയ്യും. അതേസമയം യോഗലഹരി തലച്ചോറിൻ്റെ ഘടനയെ റീസ്ട്രക്ചർ ചെയ്യും, അവനവൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അതാണ് യോഗാനന്ദവും ഇത് ഭോഗ ആനന്ദവും. രണ്ടും ഒന്നാണ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഈ ആനന്ദത്തിലേക്ക് മനുഷ്യർ പോകും. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവൻ സത്യത്തിൽ വിഡ്ഢിയാണ്, അവൻ മനുഷ്യനല്ല. പക്ഷേ ഏത് ലഹരി എന്നുള്ളത് ഡിബേറ്റബിൾ. യെസ്. അപ്പോൾ ഈ മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് നിർത്തണമെന്നുണ്ട്, പക്ഷെ നിർത്താൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? ഇതും സത്യത്തിൽ അവനവൻ്റെ തന്നെ ഇച്ഛാശക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭോഗലഹരി അഡിക്റ്റ് ആക്കും, തലച്ചോറിനെ അത് ഹൈജാക്ക് ചെയ്യും. അപ്പോൾ അടിമയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തു വരിക ജോലി കൂടുതലാണ്. പക്ഷേ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്.
അത് മദ്യപാനത്തിൻ്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും പുകവലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തണമെന്ന് 100% ആഗ്രഹമുള്ളവൻ തീർച്ചയായിട്ടും നിർത്തി തന്നെ പോകും. അവിടെ നിന്നല്ല, ഞാനത് ട്രെയിൻ ചെയ്യിക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതെല്ലാം തലച്ചോറിലുള്ള രാസവ്യതിയാനമാണ്. അപ്പം പുകവലിക്കുമ്പോൾ നിക്കോട്ടിൻ എന്ന വിഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ശരീരം തന്നെ ഒരു ഹോർമോൺ ഉണ്ടാക്കും. ആ ഹോർമോണും നിക്കോട്ടിനും കൂടെ ചേരുമ്പോഴാണ് ഇവന് ഈ ഒരു പുകവലിയുടെ സുഖം കിട്ടുന്നത്. മദ്യപാനി അവൻ മദ്യം കഴിക്കുമ്പോൾ അത് വിഷമാണ്. ഇത് കരൾ തിരിച്ചറിയും. ഇത് ചെന്നുടനെ കരൾ പറയും, തലച്ചോറ് പറയും വിഷം വന്നു എന്ന് പറയും. അപ്പോൾ ലിവർ ഒരു എൻസൈം പുറപ്പെടുവിക്കും. ഈ ലിവറും എൻസൈമും ഈ മദ്യവും കൂടെ ചേരുമ്പോഴാണ് തലയ്ക്കൊരു കിക്ക് വരുന്നത്. അതാണ് ലഹരി. അത് 6ാം ഇന്ദ്രിയം തുറക്കുന്നൊരു അനുഭവമാണ്. പക്ഷേ ഇത് തലച്ചോറിൻ്റെ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും, ലിവറിൻ്റെ ആയുസ്സിനെ കുറച്ചുകൊണ്ടുവരിക്കും. അങ്ങനെ അഡിക്റ്റ് ആകുന്നവന് പിന്നീടുള്ള പ്രശ്നം ഈ രാവിലെ സ്ഥിരം കള്ളു കുടിക്കുന്ന രാവിലെ എണീക്കുമ്പോൾ കൈ വിറയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം? എന്തായാലും ദേഹത്തെ പരിശീലിപ്പിച്ചാൽ അതങ്ങ് ട്യൂൺ ചെയ്യും. അപ്പോൾ ലിവറിന് എല്ലാ പ്രാവശ്യവും ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ മദ്യം വരും എന്നിവനങ്ങൊരു ഹാബിറ്റ് ഉണ്ടാക്കും. മദ്യം വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇവൻ രാവിലെ എണീക്കുമ്പോഴേ ഈ എൻസൈം ഉണ്ടാക്കും. പിന്നെ മദ്യം കൂടെ വന്നാലേ ഇത് ബാലൻസ് ആവുള്ളൂ. ആ സെറ്റ് ആവാതിരിക്കുമ്പോഴാണ് ഇരുന്ന് വിറയ്ക്കുന്നത്, ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ആ ലിവറിൻ്റെ ആ അഡിക്ഷനെ അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റിനെ ഇല്ലാതാക്കണം. അതിനെന്ത് ചെയ്യണം? പ്രാണായാമം കൊടുത്താൽ മതി. ആഹാരത്തെ നിയന്ത്രിച്ച് ശക്തമായ പ്രാണായാമത്തിലൂടെ ലിവറിൽ സേവ് ചെയ്തിരിക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ഇത്ര മണിയാകുമ്പോൾ മദ്യം വരും. ആ മെസ്സേജ് ഇവൻ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു, അഡോപ്റ്റ് ചെയ്തു. അതിനെ റീസ്ട്രക്ചർ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഒരു വിത്ത് മണ്ണിനടിയിൽ എത്ര കാലം കിടന്നാലും അനുകൂല സാഹചര്യം വരുമ്പോൾ ആ ഹൈബർനേഷനിൽ നിന്ന് ഇവൻ മുളച്ചു വരും. അതേസമയം ഇതിനെ ഒരു വറചട്ടിയിലിട്ട് വറുത്തിട്ട് കളഞ്ഞേക്ക് കിളുക്കാൻ പറ്റില്ല. ഇതുപോലെ തപിപ്പിക്കുക ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഏത് ഓർമ്മകളെയും നമുക്ക് പ്രാണായാമം കൊണ്ട് ചൂടാക്കാം, തപിപ്പിക്കാം, ഡ്രൈ ആക്കി കളയാം. അപ്പോൾ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ മദ്യപാനം അല്ലെങ്കിൽ ഇത്ര മണിക്ക് മദ്യം വരും എന്നുള്ള ഓർമ്മയെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ നിക്കോട്ടിനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ബോഡി പുറപ്പെടുവിക്കുന്ന ആ എൻസൈമിനെ നമുക്ക് പ്രാണനെ കൊണ്ട് നിരോധിക്കാൻ പറ്റും. ഇതുപോലെയാണ് ഒബിസിറ്റി. ഈ പല ആൾക്കാർക്കും ആഹാരം നിർത്താൻ പറ്റില്ല. കാരണം ഇവൻ സ്ഥിരം അമിതമായ ആഹാരം കഴിക്കും. ഒമാനിൽ വെച്ചിട്ട് ഒരു പുള്ളിയെ ഞാൻ പരിചയപ്പെട്ടു, 140 കിലോ. ഇവൻ വരുന്നത് ഇതിൻ്റെ ഫോർഡിൻ്റെ ഒരു വലിയ വണ്ടിയിലാണ്. അതിനെ റീസ്ട്രക്ചറൊക്കെ ചെയ്ത് വലിയ സീറ്റൊക്കെ ആക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവൻ്റെ പ്രശ്നം, ഇവൻ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അപ്പോൾ ഫുട്ബോൾ കളിച്ചിട്ട് കൂട്ടുകാരുമായിട്ട് വന്നിട്ട് അവിടെ ഈ നല്ല ഷവർമ കിട്ടും. അത് ടർക്കിഷ് ഷവർമ ഭയങ്കര ടേസ്റ്റാണ്. ഇവിടുത്തെ ഷവർമയൊന്നും അല്ല, അവിടുത്തെ ഒതന്റിക് ഷവർമ. അത് അപാര ടേസ്റ്റാണ്. ഇന്ന് ഞാനത് ഓർക്കുമ്പോൾ എനിക്ക് വായിൽ കേട്ടിട്ട് എനിക്ക് വരുന്നു. അപ്പോൾ ഇവൻ കൂട്ടുകാരുമായിട്ട് വന്നിട്ട് ആദ്യം 2 ഷവർമ കഴിച്ചിട്ട് ഒരു പെപ്സിയുമായിട്ട് കഴിക്കും. അപ്പോൾ ഈ ഷവർമ എന്ന് പറയുമ്പോൾ ഇത്രയും ടേസ്റ്റ് ആണെങ്കിലും ബോഡി അതിനെ ദഹിപ്പിച്ചെടുക്കാൻ പെടുന്ന പാട്, ഇത് അകത്ത് ചെന്ന് കഴിയുമ്പോൾ ആദ്യം 2 എണ്ണം വന്നപ്പോൾ ബോഡി പറഞ്ഞിടേ ഇതിനെ ദഹിപ്പിക്കാൻ കൂടുതൽ ദഹനരസം വേണം എന്ന് പറയും. അപ്പോൾ ബോഡി കൂടുതൽ ദഹനരസം കൊടുത്ത് അവനെ അങ്ങ് ദഹിപ്പിച്ച് പിറ്റേന്ന് അതേ സമയമാകുമ്പോൾ ബോഡി പറഞ്ഞത് ഇല്ല സാധനം ഇപ്പോൾ വരും. ഉടനെ ഇവൻ ദഹനരസം ഉണ്ടാക്കിയപ്പോൾ വിശപ്പ് കത്താൻ തുടങ്ങി. അപ്പോൾ ഇതിനോട് ആസക്തി കൂടി. അപ്പോൾ 2 4 4 6 എന്നെ അവൻ കാണുമ്പോൾ 25-30 ഷവർമ കഴിക്കും ഒരു ദിവസം. സോ ഹി ഈസ് അഡിക്റ്റഡ് ടു ദാറ്റ്. അപ്പം പറഞ്ഞ് അതെ മിസ്റ്റർ ശിവ, ഐ കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ദ മൊമെന്റ് ഐ തിങ്ക് ഓഫ് ഇറ്റ് ഐ വോണ്ട് ടു ഈറ്റ്. ഇങ്ങനെയാണ് അവൻ സംസാരിച്ചത്. ഇത്തരം സാധനങ്ങളിൽ മറ്റേ ആ സാച്ചുറേഷൻ പോയിന്റ് എത്തില്ലേ, കഴിച്ച് മടുക്കുന്ന ഒരു സ്റ്റേജ് എത്തി. മടുത്തു, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. ബോഡി അഡാപ്റ്റ് ചെയ്തു പോയി. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് അഡിക്ഷൻ. അവൻ്റെ ബോധ മനസ്സ് പറയുന്നുണ്ട്, എടാ ഇത് നിർത്തിയില്ലെങ്കിൽ നീ ചത്തുപോകും. പക്ഷേ അവൻ്റെ ഓർഗൻസ് അതിന് സമ്മതിക്കുന്നില്ല. ദാറ്റ് ഈസ് ദ ക്രൈസിസ്. അപ്പോൾ ഞാൻ അവൻ ആദ്യം ചെയ്തത് ആ ഏരിയയിൽ പോകുന്നത് നിർത്തണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ടെംപ്റ്റേഷൻ വരുമ്പോൾ യു ജസ്റ്റ് ഡ്രൈവ് ടു ദ സീ ഷോർ, ജസ്റ്റ് ബി ദെയർ. എന്നിട്ട് എന്തെങ്കിലും നല്ല മണമുള്ള ഈ ഹെർബൽ ടീ പോലെ എന്തെങ്കിലും ഈ ഡീവിയേറ്റ് ചെയ്യണം, ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്യുന്ന കണക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേശ്ശെ ഒരു ആദ്യത്തെ 1-2 ആഴ്ച അവന് ഭയങ്കര പ്രശ്നം, ഒരു വിഡ്രോവൽ സിൻഡ്രോം പോലെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവൻ ഓവർകം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇനി എപ്പോഴും വിശന്നാലും ഇത് സലാഡ് കഴിക്കാൻ പറഞ്ഞു.
അവിടെ നല്ല ഫ്രഷ് സലാഡ് കിട്ടും. അപ്പോൾ കുക്കുംബർ, ടൊമാറ്റോ മറ്റെല്ലാം കൂടെ ചവച്ച് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ചവച്ച് കഴിക്കുമ്പോൾ എന്ത് പറ്റും, ആഹാരം ചെന്നു, അപ്പോൾ ശരീരം ആകെ കൺഫ്യൂസ്ഡായി. മറ്റേ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള എൻസൈം വന്നു, വരുമ്പോഴത്തേക്കും ഇവന് കിട്ടുന്നത് പച്ചില. കഷ്ടം. ഈ കുരിശ് ദഹിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇനി ദഹന രസം ഉണ്ടാക്കണ്ടടാ എന്ന് ബോഡി തീരുമാനിച്ചു. അങ്ങനെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ പ്രാണായാമം കൊടുത്തു. പ്രാണായാമം പിടിച്ച്, അപ്പോൾ ഈ ഒമാനികൾ നല്ല ഹാർഡ് വർക്കറാണ്, ഇവൻ ഇരുന്ന് പിടിച്ച്, അപ്പോൾ ആ സെൽഫ് മെമ്മറിയിൽ കിടന്ന ആഹാരത്തോട് ഈ മണം, രുചി, അതിനോടുണ്ടായിരുന്ന സർവ്വ അഡിക്ഷനും ചൂടാക്കി ഇല്ലാതാക്കി. കൃത്യം ഒരു 6 മാസം മുതൽ 1 വർഷം കഴിഞ്ഞപ്പോൾ അവന് 98 കിലോ ആയി. അതോടെ അവൻ പിന്നെ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങി. ദെൻ ഈ കെയിം ബാക്ക് ടു നോർമൽ. അപ്പോൾ ഈ 25 ഷവർമ കഴിക്കുന്ന ഒരാള് പെട്ടെന്ന് ഇതങ്ങ് നിർത്തുമ്പോൾ വിശപ്പുണ്ടാവില്ലേ, തളർച്ച ഉണ്ടാവില്ലേ? ഉണ്ടാവും. ശരീരം ഒരുപാട് അഭ്യാസങ്ങൾ കാണിക്കും. ഈ അതിനെ നമ്മൾ ഓവർകം ചെയ്താൽ മതി. പിന്നെന്ത്, ഈ റമദാൻ സമയത്ത് നന്നായിട്ട് കൃത്യമായി നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ ആദ്യത്തെ 3 ദിവസമൊക്കെ ഭയങ്കര തലവേദനയും തളർച്ചയൊക്കെ വരും. പക്ഷേ 3 ദിവസം കഴിയുമ്പോൾ ഇവർ കൂടുതൽ ഫ്രഷ് ആകുന്നത് കാണും. എന്തേ? അത് ശരീരം ആദ്യം കാണിക്കുന്ന ഒരു വിയോജിപ്പാണ്. അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. പക്ഷേ റമദാനിലൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പിന്നെ എന്താണ്, ഒരു കമ്പൽഷൻ ഇല്ല, സഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത്തരം എക്സ്ട്രീം കേസുകളിലൊക്കെ നമ്മൾ തന്ത്രപരമായിട്ട് അതിനെ നേരിടണം. ചില സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ക്രേവിങ്ങും ഈ മനസ്സ് പിടിവിട്ട് പോകണ കണക്ക് തോന്നുകയാണെങ്കിൽ 1-2 ഷവർമ മേടിപ്പിക്കണം. പോയി മേടിക്കരുത്. എവിടെയെങ്കിലും മാറി നിന്നിട്ട് ഓഫീസിലിരുന്നിട്ട് നീ ആരെങ്കിലും വിട്ട് മേടിപ്പിച്ച് അത് കഴിക്കുക. അപ്പോൾ അത് കൊടുത്തു എന്നായി, കുറച്ച് സലാഡും കൂടെ കഴിക്കുക. അങ്ങനെ വരുമ്പോൾ അങ്ങനെ പല രീതിയിൽ, അതിപ്പോൾ ഡോക്ടർമാർ ചെയ്യുന്നില്ലേ, അഡിക്ഷന് ഹെവി അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്ക് അവർ കൃത്യമായിട്ട് നോക്കും, ഡോസ് കുറച്ച് കൊടുത്തുകൊണ്ടേ പതുക്കെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതെല്ലാം എന്താണ്, മെഡിക്കൽ എയ്ഡാണ്, അത് നോക്കി ചെയ്യണം. അതെ. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ, ഇപ്പൊ എനിക്കൊരു ആസക്തി ഉണ്ട് എന്ന് വിചാരിക്കുക, ഇപ്പൊ എനിക്കും ഷവർമ കഴിക്കുക എന്നുള്ളൊരു ആസക്തി ഉണ്ട്. അപ്പോൾ ഓൺ മൈ ഓൺ എനിക്കത് നിർത്തണമെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇടുക, അതാണോ ചെയ്യേണ്ടത്? അതോ കുറച്ച് അങ്ങനെ? ആദ്യം ഈ സാഹചര്യം മാറ്റുക. ഇപ്പോൾ ഈ ഷവർമ കഴിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് ഉണ്ടല്ലോ, അതങ്ങ് മാറ്റുക. വി ആർ അഡിക്റ്റഡ് ടു എൻവയോൺമെന്റ്സ്. ഈ പള്ളികളിലും അമ്പലങ്ങളിലും പ്രത്യേക രീതിയിൽ ഈ അന്തരീക്ഷം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? അവിടെ ഒരു പ്രത്യേക മണം, ഒരു പ്രത്യേക അന്തരീക്ഷം, ഒരു പ്രത്യേക നിശബ്ദത, എന്താ, ഒരു തണുപ്പ്. അപ്പോൾ ഇവിടെ ആൾക്കാർ സ്ഥിരമായി പോകുമ്പോൾ അവിടെ ആ മനസ്സ് കോപ്പി ചെയ്ത് വെച്ചേക്കും. ഈ എൻവയോൺമെന്റൽ പുഷ് വരുമ്പോൾ മനസ്സ് സൈലന്റ് ആകണം, ശീലമാണ്. അപ്പോൾ പള്ളിയിലെ ആ ഒരു നിശബ്ദത, അല്ലെങ്കിൽ അമ്പലത്തിൽ ചെല്ലുമ്പോൾ തന്നെ ആന്തരികമായിട്ടുള്ള മനസ്സ് ഷട്ട് ഡൗൺ ചെയ്യണമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. അതാണ് എൻവയോൺമെന്റൽ സപ്പോർട്ട്. ഇതുപോലെ നമ്മൾ ഷവർമ ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ മണം, ആ രീതി, ഇതെല്ലാം കൂടെ കാണുമ്പോഴേ വിശപ്പാളും. അപ്പോൾ അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ആ അന്തരീക്ഷം ഒന്ന് മാറുക. വീണ്ടും ആ ക്രേവിങ് വരുമ്പോൾ, ഇപ്പോൾ 2-5 ഷവർമ കഴിക്കുന്ന ഒരാൾ 1 എണ്ണം കഴിക്കുക, എന്നിട്ട് വീണ്ടും ശരീരം ആവശ്യപ്പെടുമ്പോൾ അതിനെ ഫുൾ ചെയ്യണം. ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സലാഡോ വെള്ളമോ കുടിക്കുക. എനിക്ക് ഈ പിന്നെ കൊഞ്ച്, ഞാൻ വക്കത്ത് ഈ ഇതിലാണ്, കായലിൻ്റെ സൈഡിനാണ് വളർന്നത്. ഞാൻ കായലിൽ ഇറങ്ങി മീൻ പിടിക്കുമായിരുന്നു, അവിടെ ഇട്ട് തന്നെ ചുട്ടു തിന്നു. അങ്ങനെ ഒരു ശീലമായിരുന്നു എൻ്റെ രീതി. ഇപ്പം ഇപ്പോഴും എനിക്ക് ഇതിനോടൊക്കെ ഒരു ആസക്തിയുണ്ട്. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ എനിക്ക് പറയും, ഏയ് നീ ഇതൊക്കെ ചെയ്യുന്ന ആളാണ്, ശരീരത്തിൽ ഇത്ര മാറ്റങ്ങളുണ്ട്, നിർത്ത് എന്ന് പറയും. അപ്പോൾ എൻ്റെ വൈഫ് ഭയങ്കര തന്ത്രശാലിയാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി വെയിറ്റ് കൂടുമ്പോൾ ഞാൻ പറയുന്ന വൈകിട്ട് എനിക്ക് ഫുഡ് വേണ്ട. അവർ നന്നായിട്ട് കുക്ക് ചെയ്യും. വൈകിട്ട് ആഹാരം കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ മസിൽ പിടിച്ചൊക്കെ വരും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ അവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ട് എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് വേണ്ടല്ലോ, ഇന്ന് ഫാസ്റ്റ് അല്ലേ? ഞാൻ ചിന്തിക്കും, ജീവിക്കാൻ സമ്മതിക്കില്ല. ഇന്ന് നാളെ ഫാസ്റ്റ് ചെയ്യാം, ഞാനത് കഴിക്കും. ഒടുവിലായപ്പോൾ എൻ്റെ കാര്യം നടക്കുന്നില്ല, നിയന്ത്രണം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ചില സമയങ്ങളിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ വീട്ടിൽ കയറൂല. അപ്പോൾ വേവിച്ച് വച്ചിട്ട് കാര്യമില്ല, ഞാനവിടെ ഇല്ല. അങ്ങനെ വന്നപ്പോൾ ഞാനത് കൺട്രോൾഡായി. അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ സാഹചര്യങ്ങളുടെ, അതാണ് കാലം, ദേശം, പ്രമാണം. ദേശം എന്ന് പറയുന്ന വലിയ ഒരു സാഹചര്യമാണ്. ഐ മീൻ അത് ഇറ്റ്സ് എ വെരി പവർഫുൾ പുഷ്. അത് നമ്മൾ മാറ്റണം. ഇപ്പം സംഘർഷഭരിതമായൊരു മനസ്സ്,
ചെന്നൊരു നല്ല മ്യൂസിക്കൽ കൺസേർട്ടുകൾ കയറി ഇരുന്ന് നോക്കിയേ, പെട്ടെന്ന് മനസ്സൊന്ന് ശാന്തമാകുന്ന കാണാം ഇല്ലേ? ആ എൻവയോൺമെൻ്റാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ചികിത്സാ കേന്ദ്രങ്ങൾ എപ്പോഴും പ്രകൃതിക്ക് പിന്നെ ആ ഒരു പ്രകൃതിയുടെ ഒരു സൗമ്യതയും ആ ഒരു വാസ്റ്റ്നെസ്സും എല്ലാം കൂടി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്യണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തെളിച്ചെടുക്കാവുന്നതും ചെയ്തെടുക്കാവുന്നതുമാണ്. പക്ഷേ വി ഷുഡ് ബി പ്രാക്ടിക്കൽ. അതെ, ഈ പുകവലി മദ്യപാനം എല്ലാം ഒപ്പം പുകവലിക്കുന്ന ആൾക്കാരുടെ ഒപ്പം പോകാതിരിക്കുക, ഈ പുകവലി ഇത് തന്നെയാണ്. പ്രാണായാമം ചെയ്ത് ആദ്യം ഈ അന്തരീക്ഷം മാറ്റും. എൻ്റെ ആ ക്യാമ്പസിൽ ഇറച്ചി, മീൻ, മുട്ട, മുറുക്കാൻ, പിന്നെ എന്താണ് പുകവലി ഒന്നുമില്ല. അപ്പോൾ ഇത് നിർത്തണമെന്നുള്ളവൻ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും പച്ചപ്പും കിളികളും ചിരിക്കുന്ന ആൾക്കാരും ഇതെല്ലാം സൗമ്യമായി വളരെ ശബ്ദം കുറച്ച് സംസാരിക്കുന്നവരും ആകുമ്പോൾ തന്നെ ഇവന് വേറെ എങ്ങും ഒരു പിന്നെ ബൂസ്റ്റ് കിട്ടൂല. അത് കഴിയുമ്പോഴത്തേക്കും ക്രേവ് ചെയ്യും. അപ്പോൾ ഈ ക്യാമ്പസിൽ പറ്റില്ല. അവർ ഗുരുജി പറ്റൂല, പുറത്തു പോ. അപ്പോൾ പുറത്ത് പോയി ഒരെണ്ണം പിടിച്ചിട്ട് അപ്പോൾ വരും. അപ്പോൾ അവനറിയാം കുറ്റബോധമുണ്ട്, ഇത്രയും പേര് ഇങ്ങനെയൊക്കെ ഞാനായിട്ട് ചെയ്യുന്നത് ശരിയല്ല, കുറ്റബോധം. അപ്പോൾ അത് ഗ്രാജുവലി കുറയും. എന്നിട്ട് ഇവനെ കൃത്യമായിട്ട് ഇരുത്തി പ്രാണായാമം ചെയ്യിക്കും. പ്രാണായാമം ചെയ്യിക്കുമ്പോൾ നിക്കോട്ടിനെതിരെ പ്രവർത്തിക്കുന്ന ഇവൻ്റെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ എൻസൈമുണ്ട്, ആ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ നിർത്തും. നിർത്തുമ്പോൾ എന്ത് പറ്റും? പിന്നെ നിക്കോട്ടിൻ ചെല്ലുമ്പോൾ ഇവന് ആ ഒരു സുഖമില്ല, പുകവലിയുടെ ആനന്ദം കിട്ടുന്നില്ല. അപ്പോൾ ഇവൻ പറയും പിന്നെ എന്തിനീ കുരിശ് ഞാൻ വലിക്കുന്നു? ആനന്ദം അകത്തുനിന്നേ ഇല്ലാതാക്കാം പ്രാണായാമം കൊണ്ട്. അതെ, അപ്പോൾ ഇനി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ടെൻഡൻസിയും അവിടെ നിൽക്കുകയാണ്. അല്ല, ആവശ്യമില്ലാത്ത ആനന്ദമില്ലാത്ത പിന്നെ അവൻ ചെയ്യുന്നില്ലല്ലോ. അതിനോടൊരു വിരക്തി വരും, ആസക്തി മാറി വിരക്തി വരും. അതോടെ അവൻ നാച്ചുറലി ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദാറ്റ് ടെൻഡൻസി. പുകവലി ആയാലും മദ്യപാനമായാലും ഇതുപോലെ തന്നെയാണ്. പിന്നെ പ്രാണായാമം കടുത്ത് ചെയ്യുമ്പോൾ ആന്തരികമായ ലഹരി ഉണ്ടാവും. ആ ലഹരി സിഗരറ്റിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിതൊക്കെ പറയുന്നെങ്കിലും എനിക്ക് ആഹാരമില്ലെങ്കിലും മദ്യമില്ലെങ്കിലും ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. എനിക്ക് അലസമയം കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൽ പരം വേറൊരു ആനന്ദമില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗിവൺ ടു അസ്. അതാണ് നമ്മുടെ പൗരാണികത നമുക്ക് തന്നത്. ഒന്നിനെയും അതുകൊണ്ടാണ് അത് എന്ത് വേണമെങ്കിലും ഇപ്പോൾ എന്താണ് കൊട്ടാരം വിട്ടിറങ്ങിയ ബുദ്ധൻ, വിക്രമാദിത്യനോടൊപ്പം ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്തവനാണ് ചാണക്യൻ. എന്നിട്ട് യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ നന്ദവംശത്തെ മുഴുവൻ താച്ചുടച്ച് സാമ്രാജ്യം പിടിച്ചെടുത്തിട്ട് ചാണക്യൻ എന്താ പറഞ്ഞ്, എനിക്കിതൊന്നും വേണ്ട, നീ കയറി ഭരിച്ചോ, ഞാൻ പോണു. എന്തേ? ആ അറിവിൻ്റെ ആനന്ദത്തിൻ്റെ മുന്നിൽ രാജ്യമൊന്നുമല്ല.